കമ്മീഷണർ ഓഫീസിലെത്തിയ ലോകനാഥൻ 1973 മുതൽ 1979 വരെയുള്ള കൊലപാതകങ്ങളും ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾക്കും ചില സാമ്യമുള്ള കാര്യം കമ്മീഷണറെ അറിയിക്കും. പണ്ട് നടന്ന കൊലപാതകങ്ങൾ അന്വേഷിച്ചിരുന്ന ഇൻസ്പെക്ടർ ജോൺ സെബാസ്റ്റ്യന്റെ മകനായ കെന്നഡിക്ക് ഈ കൊലപാതകങ്ങളുമായി എന്തോ ബന്ധമുണ്ടെന്നും അതിനാൽ അയാളുടെ പോക്കുവരവുകൾ വാച്ച് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അങ്ങോട്ടേക്ക് കയറിച്ചെന്ന പ്രകാശ് കെന്നഡിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീടിന്റെ ഓണറുമായി സംസാരിച്ച് ആ വീട് വാടകയ്ക്ക് തരാമെന്ന് സമ്മതിച്ചതായി ലോകനാഥനെ അറിയിക്കും. ഇത് കേട്ട ഉടനെ ലോകനാഥൻ കമ്മീഷണറോട് പറഞ്ഞു, കെന്നഡിയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് 2 എക്സിറ്റുകളാണ് ഉള്ളത്. രണ്ടിലും നമ്മൾ പോലീസുകാരെ നിർത്തണം. കെന്നഡി പുറത്തേക്ക് പോകുന്നത് ഏത് ഭാഗത്തേക്കാണെന്ന് മനസ്സിലാക്കി പോലീസുകാർ അയാളെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ വീട് പരിശോധിക്കാൻ പറ്റും. നടന്ന കൊലപാതകങ്ങളുമായി എന്തെങ്കിലും തെളിവുകൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായും നമുക്കത് കിട്ടും. പ്രകാശിനെ കണ്ടാൽ പോലീസുകാരനാണെന്ന് തോന്നിക്കാത്തതിനാൽ കെന്നഡിയെ നിരീക്ഷിക്കാനായി പ്രകാശിനെ കെന്നഡിയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെ താമസിപ്പിക്കും. ഒരു ദിവസം രാത്രി ഒരു എക്സിറ്റിൽ പോലീസുകാരും മറ്റേ എക്സിറ്റിൽ ലോകനാഥനും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പ്രകാശ് ജനലിലൂടെ കെന്നഡി എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അമ്മയും അപ്പനും വഴക്കിടുന്നത് കാരണം സമാധാനമില്ലാതെ ഒരു കുഞ്ഞി പയ്യൻ വീടിന് പുറത്തേക്കിറങ്ങി ഒരു മരത്തിന്റെ ചോട്ടിൽ വന്ന് കാതുപൊത്തി ഇരിക്കുന്നു. പ്രകാശ് വീണ്ടും കെന്നഡിയുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അയാൾ കോണ്ടസ കാറുമായി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഉടൻ തന്നെ പ്രകാശ് ലോകനാഥന് പാട്രോളിങ്ങിന് നിൽക്കുന്ന പോലീസുകാരുടെ ഭാഗത്തേക്കാണ് കെന്നഡി പോകുന്നു എന്നുള്ള വിവരം കൊടുക്കുമെങ്കിലും പോലീസുകാരുടെ ജീപ്പ് ഓണാവാത്തതിനാൽ അവർക്ക് കെന്നഡിയെ മിസ്സാവും.